അല്ല അതിന് കണക്കുണ്ടാവുമല്ലോ, അതിന് കണക്കുണ്ടാവുമല്ലോ. ഒരു ബൈറ്റൊക്കെ എടുത്തോ ടീച്ചറിന്റെ. എടാ ലൈവ് അല്ലേ? ലൈവാണോ? അപ്പൊ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആഗോള വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നൊരു വളരെ വലിയൊരു മെസ്സേജോടുകൂടി തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് RCUP സ്കൂളിൽ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പോൾസേട്ടൻ, നമ്മളെ HM, മറ്റ് RRT അംഗങ്ങൾ, ടീച്ചർ, അംഗൻവാടി ടീച്ചർ, ആശാപ്രവർത്തകർ എല്ലാവരും അതിൻ്റെ ശുചിത്വ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോടിയായിട്ട് നടക്കുന്ന ചെടി നട, അതിപ്പോൾ അതിൻ്റെ കർമ്മം കഴിഞ്ഞു. അപ്പോൾ അതിനെല്ലാവിധ ആശംസകളും പരിസ്ഥിതി പറഞ്ഞു. അതല്ലേ ആഗോള വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, അതാണ് അതിൻ്റെ ഒരു സ്ലോഗൻ. അപ്പോൾ താങ്ക് യു. ടീച്ചർക്ക് എന്തെങ്കിലും പറയണ്ട? ടീച്ചർ പറഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും, ഈ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ആവസിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ട ഒന്ന് തന്നെയാണ് സസ്യങ്ങൾ. സസ്യങ്ങളില്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നേ ദിവസം പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മൾ ഒരു വൃക്ഷത്തെയെങ്കിലും നട്ട് നമ്മുടെ ഈ ദിനം എല്ലാവരും ഉദ്ഘാടനം ചെയ്ത് ആഘോഷിക്കണം. അതാത് വീടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ രക്ഷിതാക്കളോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വൃക്ഷത്തൈ നട്ട് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. പ്രിയപ്പെട്ട HM, ടീച്ചർ, ബഹുമാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ, സെക്രട്ടറി, മറ്റ് RRT മെമ്പർമാരെ, ആശാപ്രവർത്തകർ, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചർ, മറ്റ് സുഹൃത്തുക്കൾ, നമ്മളിന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഈ സാമ്പത്തിക ഘടനയും കാലാവസ്ഥയും എല്ലാം തന്നെ മറിയുന്ന ഒരവസ്ഥ. നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന പ്രളയവും അതിവർഷവും അതുപോലെ തന്നെ കൊടുങ്കാറ്റൊക്കെയും നമുക്ക് പരിചയമില്ലാത്ത അനവധി കാര്യങ്ങൾ ഇപ്പോൾ പുതിയത് വരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ തിരിച്ചു പിടിക്കാൻ, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പിടിക്കാൻ കൃത്യമായിട്ട് നമ്മൾ പരമാവധി വൃക്ഷങ്ങൾ നട്ട് പരമാവധി നമ്മുടെ ഈ കാർബൺ തള്ളുന്ന പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ പരിസരവും അതുപോലെ തന്നെ പ്രദേശവും വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് സാംക്രമിക രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഈ 1-2 ദിവസത്തെ പ്രവർത്തനം, തുടർന്നുള്ള പ്രവർത്തനങ്ങളും മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞങ്ങൾ വരും, ഉച്ചയ്ക്ക് വരും. 2 മണിക്ക്. ഞാനിപ്പോൾ അവിടെ ഇവിടെ ശീലിച്ചോടെ പോയി ആ ഡോക്സിയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ.